വെൽക്കം എവരി വൺ. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഫ്രീ പാത്ത് IAS പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ CSAT-ൻ്റെ ഈ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ തന്നിരുന്നു. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇറ്റ്സ് എ റിയലി ഗുഡ് ക്വസ്റ്റ്യൻ. ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ചിന്തിച്ചും കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നത്. സോ ABC on multiplication with D give you 37DD where A, B, C and D are different non-zero digit. What is the value of A plus B plus C? So ഇത് എന്ത് ചെയ്തു, ABC multiplied by D എന്ത് കിട്ടി, 37DD. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, ഞാൻ ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. എക്സ്പാൻഷൻ ചെയ്യണം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക അല്ലേ. ABC ഒന്നും ചെയ്യരുത്, ABC ഒക്കെ അതുപോലെ വെക്കുക. ഇൻറ്റു D is equal to 3000 plus 700 plus 10D plus D, which is ABC into D is equal to 3700 plus 11D. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, ത്രൂ ഔട്ട് D വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്തു, D വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്ത് കിട്ടും, ഇവിടെ 3700 ഡിവൈഡഡ് ബൈ D വരും. ഇതിനെ D വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിയും ഡിയും ക്യാൻസലായി 11 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വാല്യൂസ് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കൊടുത്താൽ 3700 by 1 എനിക്ക് കിട്ടുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പർ. ഇപ്പോൾ D എന്ത് ചെയ്തു, 1 കൊടുത്തു. D 1 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ 3700 പ്ലസ് 11 3711 കിട്ടും. ദറ്റ് മീൻസ് ABC 3711 പോസിബിൾ ആണോ? കാരണം ABC ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ലേ. ഞാനിവിടെ 1 കൊടുത്തപ്പം എനിക്ക് എന്താ കിട്ടിയത്, ഒരു 4 ഡിജിറ്റ് നമ്പർ കിട്ടി. അതിനർത്ഥം എനിക്കിവിടെ 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം, 2 കൊടുക്കണം. നമുക്ക് 2 കൊടുത്താലോ. ഞാൻ എന്ത് ചെയ്തു, Dക്ക് 2 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും, 3700 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 11. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1850 പ്ലസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 1861. സോ ABC അഗെയിൻ 1861 ആണ് കിട്ടിയത് അല്ലേ. 1861 എഗെയിൻ 4 ഡിജിറ്റ് നമ്പർ കിട്ടുമോ? ഇല്ല. ഇനി ഞാൻ 3 വെച്ച് കൊടുക്കാൻ പോകുന്നു. പക്ഷേ എനിക്കറിയാം 3 കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. കാരണം 3700 3 വെച്ച് ഡിവിസിബിൾ അല്ല. ബിക്കോസ് 7 + 3 10 ആണ്. ഡിവിസിബിൾ ആണോ 3 വെച്ച്? അല്ല, ഡിവിസിബിൾ അല്ല. അപ്പോൾ 3 നമുക്ക് സ്കിപ്പ് ചെയ്യാം ഡയറക്ട്ലി. ഇനി എന്ത് ചെയ്യുക, 4 കൊടുക്കുക. സോ ABC ഈസ് ഈക്വൽ ടു 3700 by 4 plus 11. സോ ABC ഈസ് ഈക്വൽ ടു, ഡിവൈഡ് ചെയ്തേ, 925 plus 11 which is equal to 936. So ABC is equal to 936 പോസിബിൾ ആണ് അല്ലേ. സോ എന്ത് ചെയ്തു, ഞാൻ ഡിക്ക് എന്ത് കൊടുത്തു, 4 കൊടുത്തു. ABC എനിക്ക് 936 കിട്ടി. എല്ലാ നമ്പേഴ്സും എന്താണ്, ഡിഫറൻ്റ് ആണ്. ചോദ്യം, വാട്ട് ഈസ് A plus B plus C? A plus B plus C which is 9 plus 3 plus 6 which is 18. സോ ആൻസർ എന്താണ്, 18. ഓക്കെ, ഇനി 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം എനിക്ക് ABC എന്ത് കിട്ടും, 5 കൊടുത്തു. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 5 7s are 35, 720 എന്ന് കിട്ടും. 720 പ്ലസ് 11 എന്ന് കിട്ടും അല്ലേ. 720 പ്ലസ് 11 വിച്ച് ഈസ് 731. എനിക്ക് ഇതുപോലൊരു നമ്പറുകളുണ്ടോ, ആഡ് ചെയ്ത് A plus B plus C 11. ഓപ്ഷനിൽ 11 ഉണ്ടോ? ഓപ്ഷനിൽ 11 ഇല്ല. ഓപ്ഷനിൽ എന്തില്ല, 11 ഇല്ല. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 5 കൊടുത്തിട്ട് കാര്യമില്ല. സോ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 18 ഉണ്ട്. സോ യു ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ A 18. സോ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്ത ശേഷം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, 1 കൊടുക്കുക. 1 കൊടുക്കുന്നു. ABC into 1 ഈസ് ഈക്വൽ ടു 3711. അടുത്ത് നമ്മൾ 2 കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, 4 കൊടുക്കുന്നു. എന്ത് ചെയ്യുക, ഡിക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 936 കിട്ടി. കണ്ടീഷൻ, ഓൾ ദ നമ്പേഴ്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എടുത്ത് പറയുന്നുണ്ട്, A, B, C and D are non-zero integers അല്ലെങ്കിൽ non-zero digit. Then what is the value of A plus B plus C? Answer എന്ത് കിട്ടും, you will be getting 18. Okay, you will be getting 18. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
AB and CD are 2-digit numbers. Multiplying AB with CD, you will be getting a 3-digit number DEF. Adding DEF to GHI, you will be getting 975. Find if E is 0, F is equal to 8, then what is A plus B plus C? Okay. ഇവിടെ നമ്മൾ ആദ്യം ഈ മൾട്ടിപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്യരുത്, അഡീഷനിലേക്ക് പോകുക ആദ്യം. ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അതാണ്. എന്ത് ചെയ്തു? എ ബിയും സി ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? DEF കിട്ടി. ഓക്കെ, DEF കിട്ടി. DEFനെ ആരുടെ കൂടെ ആഡ് ചെയ്തു? GHIയുടെ കൂടെ ആഡ് ചെയ്തു. സോ GHI. അപ്പം കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 975. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? E0 F8. സോ നമുക്കിവിടെ വാല്യൂസ് എഴുതാവേ. ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാം നോൺ സീറോ നമ്പേഴ്സ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല, അവർ ഡിസ്റ്റിങ്ക്ട് ഡിജിറ്റ്സ് ആണെന്നേ പറയുന്നുള്ളൂ. സോ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിനകത്തിൽ E0 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ, F8 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് കറസ്പോണ്ടിങ് വാല്യൂ കൊടുത്തു. ഇത് എഴുതുന്നത് എപ്പോഴും നല്ലതാണ്, നമുക്ക് എറർ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടേക്ക് വന്നു, ഇവിടെ ഞാൻ വാല്യൂ കൊടുക്കുന്നു. ദിസ് ഈസ് 0, ദിസ് ഈസ് 8 അല്ലേ. ഇനി നോക്കിയേ, 8 + I 5 കിട്ടണം. 8ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 5 കിട്ടും? 8ൻ്റെ കൂടെ 7 ആഡ് ചെയ്താൽ 15 വരും അല്ലേ. സോ I എന്താണ്? 7. സോ എന്ത് ചെയ്തു? ഞാൻ 8ൻ്റെ കൂടെ 7 ആഡ് ചെയ്തു. 15, 1 ക്യാരി ഓവർ. ഓക്കെ, എന്ത് ചെയ്തു? 1 ക്യാരി ഓവർ അല്ലേ. സോ എനിക്ക് എന്ത് കിട്ടി? 8 + I is equal to 15, I is equal to 7. അടുത്തത് H + 0 + I. H + 0 + I is equal to 7. H + 0 + I is equal to 7. So what is H + I? H + sorry I അല്ല, സോറി H + 1 ആണത്. 1 is equal to 7, H is equal to 7 - 1, H is equal to 6. H എന്ത് കിട്ടി? 6 കിട്ടി. സോ 6ൽ നമുക്ക് ആരെ മാർക്ക് ചെയ്യാം? Hനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ, D + G is equal to എന്താണ്? വാട്ട് ഈസ് D + G? D + G 9. D + G 9 എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് 4 + 5 is equal to 9 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 + 4 is equal to 9 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് D ഒന്നെങ്കിൽ 4 ആകാം, അല്ലെങ്കിൽ 5 ആകാം. ഇനി ഡിയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്തും അല്ലേ? ഇനി എന്താണ് ഡിയുടെ വാല്യൂ കണ്ടെത്താൻ പോകുന്നു? ഡിയുടെ വാല്യൂ കണ്ടെത്താൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് AB മൾട്ടിപ്ലൈഡ് ബൈ CD എന്ത് കിട്ടണം? DEF കിട്ടണം. DEF. DEF എന്ന് പറഞ്ഞാൽ DE എന്ന് പറഞ്ഞാൽ 0, F എന്ന് പറഞ്ഞാൽ 8. ഇപ്പം ഞാൻ D5 എടുത്തെന്ന് വെച്ചോ. D എന്ത് ചെയ്തു? 5 എടുത്തു. ഞാൻ 5 × B ചെയ്യുമ്പോൾ എനിക്ക് 8 കിട്ടണം. 5 × എന്ത് ചെയ്താൽ എനിക്ക് 8 കിട്ടും? 5 × ഒന്നും ചെയ്താൽ എനിക്ക് 8 കിട്ടത്തില്ല അല്ലേ. അപ്പം എനിക്ക് D എന്തെടുക്കാൻ പറ്റത്തില്ല? 5 എടുക്കാൻ പറ്റത്തില്ല അല്ലേ. D5 എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 5 × B ചെയ്താൽ എനിക്ക് 8 കിട്ടുമോ? ഇല്ല. പക്ഷേ 4 എടുക്കാൻ പറ്റും. അപ്പം ഞാൻ D4 എടുത്തു, 5നെ ആരെടുത്തു? G5 എടുത്തു. ഓക്കെ, ഇനി നോക്കാം. 4 × B ഈസ് 8. 4 × ആര് 8 തരും? 4 × 2 8 തരുവുള്ളൂ. ദാറ്റ് മീൻസ് B എന്താണ്? 2 ആണ് അല്ലേ. സോ 4 × 2 ഈസ് 8. അതുപോലെ തന്നെ ഇനി നമുക്ക് എഴുതി നോക്കാം. സോ നമുക്ക് B2 കിട്ടി. അപ്പോൾ D എത്ര കിട്ടി? D4 കിട്ടി. 408 വന്നു. 408 വന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? C വേണം, അതുപോലെ A വേണം. കാരണം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് A + B + C? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഞാൻ നോക്കുക, നമുക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 1, 3 and 9. 1, 3 and 9 ആണ് നമ്മുടെ ഓപ്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് മതി? A + B + C മതി. ഓപ്ഷൻസ് നോക്കുന്നു. 6, 7, 8, 9. ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഞാൻ ഇവിടെ എക്ക് 3 കൊടുക്കുന്നു. എക്ക് ഞാൻ 3 കൊടുത്തു. എക്ക് എനിക്ക് 9 കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ ഇവിടെ 9 കൊടുത്താൽ എനിക്ക് കിട്ടുന്ന നമ്പർ ഒരു 4 ഡിജിറ്റ് നമ്പർ ആയിപ്പോവും.
കിട്ടുന്ന നമ്പർ എന്താകും? 4 ഡിജിറ്റ് നമ്പർ ആകും. സോ എനിക്ക് ഈ 9 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. അത് ലോജിക്കലി നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ 9 കൊടുത്താൽ ഇത് 92 കിട്ടും. 92 ഇൻറ്റു സം നമ്പേഴ്സ്, 92 ഇൻറ്റു ഇവിടെ എന്തായാലും 1 എടുക്കാൻ പോകില്ല. 92 ഇൻറ്റു 14, മിനിമം വാല്യൂ 14 ആണ് നമുക്ക് സി ഡിക്ക് കിട്ടുന്നത് അല്ലേ? 92 ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1000 ആയി അല്ലേ? ഗ്രേറ്റർ ദാൻ 1000 ആയി. ദാറ്റ് മീൻസ് എനിക്ക് എന്തെടുക്കാൻ പറ്റത്തില്ല ഇവിടെ എനിക്ക് എക്ക് 9 എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എ എന്തെടുക്കും? 3 എടുക്കും. സി എന്തെടുക്കും? 1 എടുക്കും. സോ എ ആൻഡ് സി. ഓക്കെ, സോ എനിക്ക് വേണ്ട എല്ലാം ആയല്ലോ. എനിക്ക് വേണ്ടത് വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി എന്നാണ് അല്ലേ? വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി? എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 3 + 2 + 1. ആൻസർ ഈസ് 6. ഓപ്ഷൻ എ 6 ആണ് ആൻസർ. ഓക്കെ, സോ നമ്മൾ ഈ പ്രൊഡക്റ്റിലേക്ക് അവസാനമേ വരുള്ളൂ. നമുക്ക് ആദ്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. എന്ത് ചെയ്തു? DEF പ്ലസ് GHI എനിക്ക് 975 കിട്ടി. DEF ഓക്കെ, ഇതെന്തായിരുന്നു? DEF പ്ലസ് GHI 975. ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് E0F8. ഇക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? 0 കൊടുക്കുന്നു. എഫിന് ഞാൻ 8 കൊടുക്കുന്നു. ഓക്കെ, ഇനിയും 8 + I എനിക്ക് 5 കിട്ടണം. 8ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 5 കിട്ടും? 8ൻ്റെ കൂടെ 7 ആഡ് ചെയ്താലേ 15 കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? I ഞാൻ 7 കൊടുത്തു. അപ്പോൾ എനിക്ക് 15 ആണ്. ക്യാരി ഓവർ 1 വന്നു. ഇനി ഇവരെ 3 പേരെയും കൂടെ ആഡ് ചെയ്യുക. H + 0 + I, സോറി I അല്ല 1. H + 0 + 1 എത്രയാണ്? 7. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? H = 6 എന്ന് കിട്ടി. H കിട്ടി, 6 കിട്ടി. അപ്പം ഞാൻ എഴുതണം ഈ വാല്യൂ എനിക്കറിയാം, ഇതറിയാം, ഇതറിയാം, എന്തറിയാം, ഇതും അറിയാം. ഇത്രയും വാല്യൂസ് ഞാൻ എഴുതി. എനിക്കിനി ഈ 4 വാല്യൂസും നോക്കിയാൽ മതി. ABCD. അതിലെനിക്ക് ABC ആണ് വേണ്ടത്. ബിക്കോസ് ഐ നീഡ് വാട്ട് ഈസ് എ പ്ലസ് ബി പ്ലസ് സി. സോ ABC കിട്ടാൻ വേണ്ടി ഇവിടേക്ക് നോക്കുക. D + G ചെയ്യുമ്പോൾ 9 കിട്ടും. D + G ചെയ്യുമ്പോൾ 9. അപ്പോൾ എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ 4 + 5 9, അതായത് D4 എടുത്തു, G5 എടുത്തു, 9 കിട്ടി. അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. D5 എടുത്തു, G4 എടുത്തു, 9 കിട്ടി. ഇനി ഇതിനകത്തിൽ ഏതാണ് ഡിയുടെ വാല്യൂ? 4 ആണോ 5 ആണോ? അത് നമ്മൾ വെരിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ്റെ ആദ്യ പാർട്ട് നോക്കുക. AB × CD ചെയ്യുമ്പോൾ DEF കിട്ടും. അതായത് AB × CD എന്തായിരുന്നു? AB × CD ചെയ്യുമ്പോൾ എനിക്ക് DEF കിട്ടും. DEF E0 ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, F8 ആണെന്ന് തന്നിട്ടുണ്ട്. നൗ ഞാൻ എന്ത് ചെയ്യുന്നു? D ഞാൻ ആദ്യം 5 എന്നെടുത്തു. 5 × B ചെയ്താൽ എനിക്ക് 8 കിട്ടണം. 5ൻ്റെ ടേബിളിൽ നമുക്ക് എപ്പോഴെങ്കിലും 8 വരുന്നുണ്ടോ? ഇല്ല. 5ൻ്റെ ടേബിളിൽ നമുക്ക് എന്ത് വരില്ല? 8 വരത്തില്ല. അതിനർത്ഥം D എന്തല്ല? D5 അല്ല. അതിനർത്ഥം D എന്താണ്? D is 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? Dക്ക് 4 എന്ന് കൊടുത്തു. ഇനിയും ബാക്കി 3 നമ്പർ ഉണ്ട്. അവർക്ക് 4 കോമ്പിനേഷൻ പോസിബിൾ ആണ്. ഒന്നുകിൽ 1 2 3 9, 1 2 3 9. ഓക്കെ, എനിക്കിനകത്തിൽ ഒരു നമ്പർ പോലും 9 എടുക്കാൻ പറ്റില്ല. കാരണം 4 × B ചെയ്യുമ്പോൾ എനിക്ക് 8 കിട്ടണം. അതായത് 4 × 2 ചെയ്താലല്ലേ എനിക്ക് 8 കിട്ടൂ അല്ലേ? 4 × 2 ചെയ്താലേ എനിക്ക് 8 കിട്ടൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി B 2 ആയി. ഇനി A ആൻഡ് C ഉണ്ട്. A ആൻഡ് Cയിൽ ഞാനിപ്പോൾ Aക്ക് 9 കൊടുത്തെന്ന് വെച്ചു. Aക്ക് 9 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്താ? 92 ആണ് ഇവിടെ കിട്ടുക. ഇൻറ്റു എനിക്കിതിനെ ഞാൻ ചെറുതാക്കി. ഇതിനെ മാക്സിമം എനിക്ക് ചെറുതാക്കാൻ പറ്റുന്നത് 14 ആണ്. 14 × 92. 14 × 92 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1000 ആണ്. പക്ഷേ ഇവിടെ ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ല ഉള്ളൂ. ഗ്രേറ്റർ ദാൻ 1000 ആയാൽ അതെന്തായി? 4 ഡിജിറ്റ് ആയി. അതെന്തായി? 4 ഡിജിറ്റ് ആയി. അതായത് ഈ 9 ആർക്കും കൊടുക്കാൻ പറ്റില്ല. 9 എന്ന് പറയുന്ന നമ്പർ ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 ഡിജിറ്റ് കിട്ടില്ല, പകരം 4 ഡിജിറ്റ് ആയിരിക്കും കിട്ടുന്നത്. സോ 9 നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മുടെ ആകെ ഉള്ളത് 1ഉം 3ഉം ആണ്. അപ്പോൾ എന്ത് ചെയ്തു? Aക്ക് ഞാൻ 3 കൊടുത്തു, Cക്ക് ഞാൻ 1 കൊടുത്തു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് A + B + C? സോ A + B + C എന്താണ്? 1 + 2 + 3 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതൊക്കെയാണ് 23ലെ ക്വസ്റ്റ്യൻ. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് 5ഓ 6ഓ ക്വസ്റ്റ്യൻ. നമ്പർ സിസ്റ്റത്തിലെ ഈ ബേസിക് തിങ്
അതായത് നമ്മൾ ഡിവിസിബിലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുന്നതേ ഉള്ളൂ ഇനിയും. ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ നമ്പർ സിസ്റ്റത്തിൻ്റെ. ഇനി HCF, LCM ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഇൻഡിസസ്, സർഡ്സ് ആൻഡ് ഇൻഡിസസ് വരുന്നുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, റിമൈൻഡർ തിയറം ഉണ്ട്. സോ ഇതൊക്കെ വരുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു, നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മാത്രം ഒരു 10-15 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടും, UPSC എക്സാമിന് കിട്ടും. ഓക്കെ, 23-ലെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. നോക്കി, അടുത്ത ക്വസ്റ്റ്യനും 23-ലെയാണ് അല്ലേ, 11-ഉം 23-ലെയാണ്. 23-ലെ ക്വസ്റ്റ്യൻ വരുന്നതേ ഉള്ളൂ, 12 വരെ ഉണ്ട്. ഓക്കെ, സോ യെസ്, നമ്പർ സിസ്റ്റം നല്ല ഡീപ്പ് എന്ത് ചെയ്യണം, പഠിക്കണം, കൺസെപ്റ്റ് ഓരോന്നും അറിഞ്ഞിരിക്കണം, റിവൈസ് ചെയ്യണം ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വി വിൽ ഡു 1 ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ 4-digit നമ്പർ ലെസ് ദാൻ 2000 ഫോംഡ് ബൈ 1, 2, 3, 4? ഓക്കെ, വേർ നൺ ഓഫ് ദ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഓക്കെ, ഈ 4 ഡിജിറ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, 2000-നെ കാട്ടിലും ചെറുതായിട്ടുള്ള ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യുക, അവരുടെ സം എടുക്കുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തിട്ട് വരിക. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു.